ഓക്കെ. ഇത് ആവറേജിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിനകത്ത് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ ആവറേജ് 55.5 4 സ്റ്റുഡൻസ്, അവർ ആവറേജ് ആണെങ്കിൽ 60. അവർ ജോയിൻ ചെയ്യുമ്പോൾ മൊത്തം സ്റ്റുഡൻസിൻ്റെയും ആവറേജ് 360 ഗ്രാം കൂടി. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻ്റ് ഉണ്ടായി എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ലോജിക്കലായിട്ട് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ എന്ന മെത്തേഡ് ആലോചിച്ചാൽ മതി. ആദ്യമേ ഞാൻ ഡിസ്ട്രിബ്യൂഷൻ വെച്ച് ഇതെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, 55.5. അപ്പം വരുന്നവരാരാ? 4 പേര് വരുന്നു. അവരെത്രയും കൊണ്ടാണ് വരുന്നത്? 60 കൊണ്ട്. ഓരോരുത്തർക്കും, അതായത് നമുക്ക് ആകെ 55.5 ഉള്ളൂ, ഇപ്പം 60 ഉള്ളവരാണ് വരുന്നത്. അങ്ങനെയുള്ള 4 പേര് ഓരോരുത്തരുടെ കയ്യിലും 3.5 കൂടുതലുണ്ട്. ഈ 3.5 എങ്ങനെ? 4.5 കൂടുതലുണ്ട്. ഈ 4.5 എങ്ങനെ വന്നേ? 60-ൽ നിന്ന് 55.5 കുറച്ചു. ഇതെന്ത് ചെയ്യുന്നു? ഉള്ള എല്ലാവർക്കും, എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു എക്സ് ആൾക്കാരുണ്ടായിരുന്നെന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു 4 പേര് എക്സ്ട്രാ വന്നു. ഇത്രയും പേർക്ക് വീതിച്ചു കൊടുക്കുന്നു. വീതിച്ചു കൊടുക്കുമ്പോഴാണ് ആക്ച്വലി ഈ 55.5-നേക്കാളും 0.36 കിലോ കൂടുതൽ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം ഈ 55.5 ഈ 55.5 പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു സാധനത്തിനെ നമുക്ക് ലോജിക്കലായിട്ട് എങ്ങനെ എഴുതാം? ഈ ഒരു സാധനത്തിനെ നമുക്ക് ലോജിക്കലായിട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരുന്നത് 4 പേരാണ്. ഏതായാലും എല്ലാവർക്കും ആവറേജ് കൂട്ടണമെങ്കിൽ ഈ വരുന്നവന്മാർക്ക് ഈ ഓൾറെഡി ഉണ്ടായിരുന്ന ആവറേജിനേക്കാളും കൂടുതലും കൊണ്ടായിരിക്കണം വരുന്നത്. ക്വസ്റ്റ്യനിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത്, കൂടുതലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എത്ര കൂടുതലും കൊണ്ട്? 60-ൽ നിന്ന് 55.5 കുറയ്ക്കണം. 4.5 കൂടുതലും കൊണ്ടാണ് വന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഉണ്ടായിരുന്ന ആൾക്കാർക്കും ഇവന്മാർക്കും കൂടി ഇവന്മാരെന്ന് പറയുന്നത് 4 പേര്, ഇവരെല്ലാവർക്കും കൂടി ഇത് വീതിച്ചു കൊടുക്കും. അപ്പോ ഓരോരുത്തർക്കും 0.36 കിട്ടും. നേരത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനിൽ എഴുതിയ സാധനം ഈ ഒരു രീതിയിലാണ് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നൊക്കെ അറിയാൻ നമ്മുടെ ചാനലിൽ തന്നെ ഡീവിയേഷൻ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് ഒരു തിയറി ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ് നിങ്ങൾ ചെന്ന് നോക്കിയാൽ മതി. ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി കട്ട് ചെയ്യാവുന്ന എല്ലാം കട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് പോയിന്റ് രണ്ടിടത്തുനിന്ന് കളയാം. രണ്ട് സൈഡിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് 3.6. ഓക്കെ, ഇത് 45. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.9 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, 45-ഉം ഇതും കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 50 എന്ന് പറഞ്ഞ് കിട്ടും. സോ x+4 എന്ന് പറയുന്നത് 50. അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാർ 50. നമ്മുടെയൊക്കെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എത്ര ആൾക്കാരുണ്ട് എന്നല്ല, നേരത്തെ എത്ര പേരുണ്ടായിരുന്നു. അപ്പോൾ എത്രയായിരുന്നു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്? 46. സോ 46 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.